കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ചാരിതാർത്ഥ്യത്തോടെയും ആത്മസംതൃപ്തിയോടെയും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ഈ ദിവസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ്. 99 25 വർഷം മുൻപ് കിഫ്ബി ഉണ്ടായപ്പോൾ, കിഫ്ബി ജനിച്ചപ്പോൾ അതിൻ്റെ CEO ആയിട്ടിരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. 2016 സർക്കാർ കിഫ്ബിയെ ഉടച്ച് വാർത്ത് പുതിയ ദിശയിലേക്ക് പോകാൻ പര്യാപ്തമാക്കിയപ്പോഴും എനിക്കതിൻ്റെ CEO ആയിട്ടിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് 25 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ CEO ആയിട്ട് തുടരുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സെക്രട്ടേറിയറ്റിലെ എൻ്റെ കൊച്ചു ഓഫീസ് മുറിയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി കിഫ്ബിയുടെ നിയമം എഴുതി ഉണ്ടാക്കിയപ്പോൾ ഇത്ര വലിയൊരു ദൗത്യം അതിനെ കാത്തു നിൽക്കുന്നു എന്ന് ഞങ്ങൾ ലെവലേശം കരുതിയിരുന്നില്ല. 99 ചെറിയൊരു ധനകാര്യ ആശയമായിട്ട് രൂപം കൊണ്ട കിഫ്ബി ഇന്ന് കേരളത്തിൻ്റെ പ്രധാന മൂലധന നിക്ഷേപ ഏജൻസിയായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 25 വർഷങ്ങളെ നമ്മൾ നോക്കുമ്പോൾ 3 ഘട്ടങ്ങളായി തിരിക്കാം. 99 മുതൽ 2004 വരെയുള്ള ആദ്യഘട്ടം സംസ്ഥാനത്തിൻ്റെ മൂലധന ബഡ്ജറ്റിന് അനുബന്ധമായി തുകകൾ കടം വാങ്ങി തിരിച്ചടച്ചിരുന്നു. 2004 മുതൽ 16 വരെ രണ്ടാം ഘട്ടം താരതമ്യേന നിഷ്ക്രിയമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. എല്ലാം ചിട്ടപ്പെടുത്തി അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. 2016 നിരവധി പുതിയ ആശയങ്ങളും സാധ്യതകളും ഉൾപ്പെടുത്തി കിഫ്ബി നിയമം ഭേദഗതി ചെയ്തു. ഈ കഴിഞ്ഞ 9 വർഷം ചെറുതും വലുതുമായിട്ടുള്ള പല പ്രതിസന്ധികളും തരണം ചെയ്ത് അതൊക്കെ ഇവിടെ വിവരിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് 2021 കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അത് കുറയ്ക്കും എന്നറിയിച്ചപ്പോഴാണ്. വലിയ ഞെട്ടലായിരുന്നു അന്ന്. അതായത് സംസ്ഥാന ബഡ്ജറ്റ് അത്ര കണ്ട് വെട്ടിച്ചുരുക്കേണ്ടതായി വരും എന്ന് സാരം. NHAIക്കും മറ്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകുന്ന പരിഗണന കിഫ്ബിക്ക് തന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ദുഃഖിപ്പിച്ചത്. ഇത് സംസ്ഥാനത്തിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് നയിച്ചു. ഒരു പ്രശ്ന പരിഹാരത്തിന് അവിടെ ഇത് ഇപ്പോഴും കാത്തുകിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നമുക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് കപിൽ സിബലിൻ്റെ ടീമിലെ പ്രഗത്ഭയായ അഡ്വക്കേറ്റ് അനുഷ നാഗരാജൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. താങ്ക് യു അനുഷ ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ഗ്രേസിംഗ് ദി ഒക്കേഷൻ. അങ്ങനെ 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ കിഫ്ബിയുടെ ലക്ഷ്യങ്ങൾക്കായുള്ള രൂപകൽപ്പന തയ്യാറാക്കി. വികസന ഭൂപടത്തിൽ അദ്ദേഹം കിഫ്ബിയുടെ പ്രവർത്തന മേഖലകളുടെ അതിരുകൾ അടയാളപ്പെടുത്തി. എന്നാൽ ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വികസന ഭൂപടത്തിൽ ഈ പ്രദേശത്തെ സംരക്ഷിക്കേണ്ട ഭാരമേറിയ കഠിനമായ ഉത്തരവാദിത്വം നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ KN ബാലഗോപാലിൻ്റെ ചുമലിൽ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം. പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കുറച്ച് കിഫ്ബി പദ്ധതികൾ ഘട്ടം ഘട്ടമായി പുനഃക്രമീകരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ബാക്കിയുള്ളത് ബഡ്ജറ്റിലേക്ക് തിരിച്ചയക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചു. സധൈര്യം മുന്നോട്ട് പോകണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായ ആഹ്വാനം. ഒരു പുനർചിന്തനവും ഒരു തിരിഞ്ഞുപോക്കും വേണ്ട, മുൻപോട്ട് പോവുക എന്നുള്ള ശക്തമായ ആഹ്വാനം. കിഫ്ബിയെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന ആ വലിയ ദൗത്യം ധൈര്യത്തോടെ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാലാണ്. മക്കളെ പോറ്റാൻ അരയിൽ അരക്കെട്ട് മുറുക്കി ആഹാരം ത്യജിക്കാം എന്ന് തീരുമാനിക്കുന്ന അമ്മമാരുണ്ട്. അവരെ പോലെ
ബഹുമാന്യനായ ശ്രീ ബാലഗോപാൽ കിഫ്ബിക്ക് ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല എങ്കിൽ ഇത്ര സന്തോഷത്തോടെ അഭിമാനത്തോടെയും രജത ജൂബിലി ആഘോഷിക്കാൻ നമുക്കിന്ന് കഴിയുമായിരുന്നില്ല എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയത്തിനെക്കുറിച്ച് ചില ചിന്തകളാണ് പങ്കുവെക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നവകേരളം എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല. വാസ്തവത്തിൽ അത് ഒരൊറ്റ ആശയവുമല്ല. ആശയങ്ങളുടെ ഒരു കൂമ്പാരമാണ്, ആശയങ്ങളുടെ ഒരു ശേഖരമാണ്. ചിലത് ചെറുത്, ചിലത് വലുത്, ചിലത് വ്യക്തതയുള്ളത്, ചിലത് വ്യക്തതയില്ലാത്തത്. പലപ്പോഴും ഇതൊരു ശരാശരി മലയാളി തൻ്റെ ഉപബോധ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവ്യക്തവും രൂപരഹിതവുമായ ഒരു സ്വപ്നമാണ്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ രൂപരഹിതവും അമൂർത്തവുമായ ഈ ആശയങ്ങളുടെ ശേഖരം കേരളത്തിൻ്റെ പുരോഗമന വികസന ലക്ഷ്യമാക്കാൻ തീരുമാനിച്ചത്. 2016 മുതൽ 2025 വരെയുള്ള സർക്കാരിന് നിരവധി സംഭാവന ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തും, എനിക്ക് സംശയമില്ല. അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്ന ഈ കേരളപ്പിറവി പ്രഖ്യാപനം അതിൽ തീർച്ചയായിട്ടും വളരെ വലുതായിരിക്കും, മഹത്വമേറിയതായിരിക്കും. എന്നാൽ എൻ്റെ എളിയ അഭിപ്രായത്തിൽ അതിനോടൊപ്പം തന്നെ അർഹിക്കുന്ന നവകേരളം എന്ന അമൂർത്തമായ ആശയ സമാഹാരത്തിനെ, ആശയ ലോകത്തിനെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് പ്രാഥമിക ലക്ഷ്യമാക്കി രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അമൂർത്തമായ മാനത്തെ അമ്പിളിയമ്മാവൻ എന്ന നവകേരള സ്വപ്നങ്ങളെ വെറും സ്വപ്നങ്ങളായി കാണാതെ അത് കൈവരിക്കുവാൻ കഴിയുന്ന വികസന ദൗത്യമായി മാറ്റുക ആണ് ഉണ്ടായത്. ടു കൺവേർട്ട് an idea that is nebulous and hazy and dreamy, almost poetic, almost a story from a storyboard into a concrete idea of development and growth. അതാണ് ആദരണീയനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് തന്നത്. 2016 ആരോഗ്യം, ആർദ്ര മിഷൻ, വിദ്യാഭ്യാസം, സമഗ്ര വിദ്യാഭ്യാസ പുനർജീവന പരിപാടി, ഭവന നിർമ്മാണം, ലൈഫ് മിഷൻ, കൃഷിയും പരിസ്ഥിതിയും, ഹരിത കേരളം, അങ്ങനെ തുടങ്ങിയത്, ആ 4 മിഷനിൽ തുടങ്ങിയത് ഇന്ന് അത് ഈ മിഷനുകളുടെ അതിരുവരമ്പുകളെ ഭേദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സമൂഹങ്ങളിലും മേഖലകളിലും ഒരുപോലെ എത്തിച്ചേർന്ന വികസനത്തിന് ഊന്നൽ നൽകി വരികയാണ്. ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുമായി ചില കാര്യങ്ങളിലെങ്കിലും വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന ജീവിത നിലവാരത്തേക്ക് കേരളത്തെ ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. നവകേരളം എന്നത് വെറും വികസന പദ്ധതികളുടെ ഒരു കൂട്ടായ്മയല്ല. അത് സമത്വത്തെയും ഭാവി ദർശനത്തിനെയും ആധാരമാക്കിയ മനുഷ്യ കേന്ദ്രിതവും ദീർഘദർശിയുമായ ഒരു സമൂഹ ദർശനമാണ്. ഈ ദർശനം കിഫ്ബിയുടെ പ്രവർത്തന മേഖലയേക്കാൾ എത്രയോ ഉയർന്നതും ഉദാത്തവുമായ ഒരാശയ ലോകത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കിഫ്ബിയുടെ ദൃഷ്ടികോണിൽ ഞങ്ങൾ നോക്കുമ്പോൾ നവകേരള ദർശനത്തിൻ്റെ പ്രധാന ഘടകങ്ങളായി ഈ മതിലിനപ്പുറയെന്ന് കാണുമ്പോൾ 3 ഒന്നാമതായി മാനവ വികസനം, അതിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കായികം, അങ്ങനെയുള്ള മേഖലകളാണ്. രണ്ടാമതായി സാമ്പത്തിക നവീകരണം, വ്യവസായം, വിവരസാങ്കേതികം, വിനോദസഞ്ചാരം, കൃഷിയും അനുബന്ധ മേഖലകളിലും. മൂന്നാമതായി സുസ്ഥിര അടിസ്ഥാന സൗകര്യം, ഗതാഗതം, ജലപാത ഗതാഗതം, കുടിവെള്ള പദ്ധതികൾ, ഊർജം. അങ്ങനെ വികസന സാഹിത്യത്തിൽ, ഇൻ ദ ഡെവലപ്മെൻറ്റ് ലിറ്ററേച്ചർ, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് ക്രിട്ടിക്കൽ മാസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ആ ഒരു ആശയം യഥാർത്ഥത്തിൽ ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളൊരു ആശയമാണ്. ഉദാഹരണത്തിന്, ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കണമെങ്കിൽ 17 സെൻറ്റിമീറ്ററുള്ള ഒരു ഗോളത്തിനകത്ത് ഏതാണ്ട് 52 കിലോഗ്രാം യുറേനിയം ഇട്ടെങ്കിൽ മാത്രമേ ഈ ബോംബ് പൊട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിയത്. അതുപോലെ തന്നെ ഒരു വീട്ടമ്മ, എൻ്റെയൊക്കെ വല്യമ്മയൊക്കെ അടുപ്പത്ത് തീ വെച്ച് കഴിഞ്ഞാൽ കുഴലുകൊണ്ട് അത് ഊതി ഊതി ഊതി, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അമ്മയ്ക്ക് വല്ലതും പറ്റുമോ എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ ഊതി ആ തീ പെട്ടെന്ന് ആളിക്കത്തും.
ഇതാണ് ക്രിട്ടിക്കൽ മാസിൻ്റെ കോൺസെപ്റ്റ്. ഈ ക്രിട്ടിക്കൽ മാസ് വികസനത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിന് ഒരു കാലത്തും നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഞാനിത് പറയാൻ കാര്യം, ഒരു 10-20 സ്കൂള് ഒരു സർക്കാർ ഒരു വർഷം ചെയ്താൽ, ഒരു 100 പ്രൈമറി സ്കൂൾ ഭംഗിയാക്കിയാൽ, ഒരു 8-10 കോളേജിൽ അതിൻ്റെ ലാബോറട്ടറിയും എല്ലാം തന്നെ മെച്ചപ്പെടുത്തിയാൽ നവകേരളത്തിലേക്കുള്ള യാത്ര കുറച്ചുകൂടെ എളുപ്പമാവും. പക്ഷേ കാര്യമായിട്ട് നമ്മളവിടെ എത്തുകയില്ല.